and gentlemen, കോടീശ്വരി മഞ്ജനി ശിവദാസിനെ സ്വന്തമാക്കി 1 കോടി രൂപയുടെ ഫ്ലാറ്റും ബെൻസ് കാറും വിൻ ചെയ്യാൻ പോകുന്ന ആ ഭാഗ്യവാൻ ആരെന്ന് ഇപ്പോൾ അറിയാം. പ്ലീസ് വെൽക്കം ദ മണവാട്ടിക്കുട്ടി മഞ്ജനി. ടെൻഷൻ ഉണ്ടോ മഞ്ജനി? ഇതാ ടെൻഷൻ ഫ്രീ മഞ്ജനി. Manjani's hero is our chocolate boy from Cochin, Ram Yuvraj. ഇത് രാമനുണ്ണി രാജ, സഹോദരങ്ങളിൽ സഹോദരിയുടെ മകൻ. റിയാലിറ്റി ഷോകളിലൂടെ റിയൽ എസ്റ്റേറ്റ് രാജാവാകാൻ നടക്കുന്നയാൾ. Give a big hand to Manjani's hero, Ram. Congratulations, Mr. Ram, for your fantastic performances in all the rounds. Thanks. നല്ല ഭർത്താവാകാനുള്ള എല്ലാ ഗുണങ്ങളും തനിക്കുണ്ടെന്ന് റാം തെളിയിച്ചു. ഹാപ്പി ഹസ്ബൻഡ് റൗണ്ടിൽ വെറും 1 മണിക്കൂർ കൊണ്ട് 36 ചുരിദാർ, 28 സാരി, 112 നൈറ്റി എന്നിവ 2.5 സ്പൂൺ സോപ്പ് പൊടിയും 1.5 ബക്കറ്റ് വെള്ളവും മാത്രം ഉപയോഗിച്ച് കഴുകി ഊതി ഉണക്കിയ മിടുക്കൻ. ശിശുപാലന റൗണ്ടിലും പാചക റൗണ്ടിലും തന്റെ 1ാം സ്ഥാനം കൈവിടാതെ ഇടിച്ചു പരത്തി ഉറപ്പിച്ചു. കണ്ടില്ലേ, പെങ്ങളോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ട് അവൻ കാണിക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. എനിക്ക് പൊക്കം കുറവുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതിനവനാരാ? അമിതാഭ് ബച്ചനോ? നിറമുള്ള ഒരു ശ്രീനിവാസൻ, അത്രേ ഉള്ളൂ. പ്രതികരിക്കൂ പെങ്ങളെ, ചോടോ മത്തുസേ. Please put your hands together for Manjani and Ram Swayambharam. Go, go. മഞ്ജനി അല്ല രഞ്ജു, ഞാൻ പറയുന്നു. ഞാൻ മാലിട്ടോട്ടെ. രഞ്ജു ഒരു ഫ്ലാറ്റും ബെൻസ് കാറുമാണ്. ഞാൻ പറയട്ടെ, എന്റെ പൊന്നു രഞ്ജു, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കും. ഇതൊരു ഗെയിം ഷോ അല്ലേ? ഗെയിമോ? കല്യാണം നിനക്ക് ഗെയിം ആണല്ലേ? നീ ആരെ വേണമെങ്കിലും കെട്ടിക്കോ, കോടീശ്വര ഭദ്രകളി ആരെ വേണമെങ്കിലും. എന്റെ രഞ്ജു, ഉച്ചയ്ക്ക് കല്യാണം കഴിച്ച ആദ്യ രാത്രിക്ക് തൊട്ട് മുമ്പ് ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യില്ലേ? ആകെ കൊളവായല്ലോടോ. ഒരു വിധത്തിൽ കരകയറി വരികയായിരുന്നു. എവിടെ നിന്ന് കിട്ടിയടോ ഇയാളെ? തന്റേതോ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്താ സാറേ, ഇതുപോലെ വേറെ 2 ഉണ്ട്. 3 അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. സ്പോൺസറോട് പറയാൻ വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. നമുക്കൊരു മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമ കോമഡി ചെയ്താലോ? കലക്കും. പിന്നെ ഫൈനൽ റൗണ്ടിലെ ഒരു ട്വിസ്റ്റും. ട്വിസ്റ്റോ? എന്ത് ട്വിസ്റ്റ്? ഈ ഫൈനൽ റൗണ്ടിലെ ഒരു കണ്ടസ്റ്റന്റ് കൊല്ലപ്പെടുന്നു. റിമോട്ടാൻ നോക്കത്തില്ല, ഒറ്റ ഏറ് വെച്ചോണ്ടല്ലോ. എന്റെ ഈശ്വര, സ്പോൺസറോട് ഞാൻ ഇനി എന്ത് മറുപടി പറയും? ത്രിമൂർത്തികൾ നാണമല്ലോ അവന്മാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ. തലതിരിഞ്ഞവരാവന്മാര് എങ്ങനെ നന്നാവും? മോനെ അശോക, അത് നീ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടല്ലേ തോന്നുന്നത്. അവര് നല്ലവരാ. ഞാനിങ്ങനെ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടാ തല തിരിയാതിരിക്കുന്നത്. പക്ഷേ അവന്മാര് തല തിരിയാതെ നിൽക്കുന്നോണ്ടാ തല തിരിഞ്ഞിരിക്കുന്നത്. മോനെ, ഞങ്ങള് ശ്രമിക്കാഞ്ഞിട്ടാണോ? നീ വിചാരിച്ച നടക്കും. ഒന്നുമില്ലെങ്കിലും നീയും കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഒരു അംഗമല്ലേ? കൃഷ്ണപുരം കൊട്ടാരത്തിലെ അംഗം അങ്ങനെ പറയാൻ എനിക്ക് നാണക്കേടാ. അവന്മാര് കാരണം. എനിക്ക് കൊട്ടാരത്തിലെ അഡ്രസ് വേണ്ട. പക്ഷേ ആ ത്രിമൂർത്തികളൊന്ന് ആഞ്ഞു പിടിച്ച ഇനി ആ കൊട്ടാരത്തിലെ അഡ്രസ്സേ ഉണ്ടാവില്ല. അതാ ഞങ്ങൾ നിന്റെ അടുത്ത് വന്നത്. 3 പേരെ ഒരുമിച്ച് ഒരിടത്ത് ജോലിക്ക് നിർത്താൻ നിന്നെ കൊണ്ടാവും. അതൊരു തുടക്കാവും. അവിടെയും തുടങ്ങും തമ്മിപ്പാര. എല്ലാവർക്കും കോടീശ്വരന്മാരാണല്ലോ. നിങ്ങളുടെ മോനെ പുളുന്തം പ്രേം നസീർ രാമൻ ഞാൻ ജോലി ചെയ്യുന്ന ചാനലിന്റെ റിയാലിറ്റി ഷോയാണ് കൊളവാക്കിയത്. മോനെ,
നിന്റെ അച്ഛൻ പ്രഭാകരേട്ടൻ മൂപ്പരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തേനെ. ഓ, പഴയ കടപ്പാടിന്റെ പാഴ്സൽ തുറക്കണ്ട. നിങ്ങൾ ചെല്ല്, ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടായാ പിന്നെ പ്രഭാരം ചേട്ടനെ പ്രഭാരി ചേച്ചയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ചെല്ല്. അതെ, എന്തിനാ ചേട്ടാ ആ തല്ലിപ്പൊളികളെ നന്നാക്കാൻ വെറുതെ? നന്നാക്കാനോ? എടാ, അവന്മാർക്ക് പണി മേടിച്ചു കൊടുത്ത് പണി കൊടുക്കാൻ പോവാ. നമ്മുടെ സായിപ്പ് ഡിക്കുറുസിന്റെ കോൾ സെന്ററിൽ അവിടെ അവന്മാർ എന്തെങ്കിലും വെളച്ചിലെടുക്കും. ആ ചേട്ടകളുടെ ശല്യം അതോടെ കൊട്ടാരത്തിൽ കൈവെക്കാൻ ഞാൻ ചില സൂത്രപ്പണികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. So guys, the calls you will be getting will be from the people who have bought products of Blue Diamond, like washing machine, treadmill, mixie, DVD player, LCD, etc. etc. ചെറിയ സംശയങ്ങളെ ഉണ്ടാവൂ. എത്രയും പെട്ടെന്ന് കോൾ ഫിനിഷ് ചെയ്ത് ജസ്റ്റ് മൂവ് ഓൺ, ഓക്കെ? ബിക്കോസ് മോർ കോൾസ് മോർ മണി, യാ? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ടിവി എന്നോ മിക്സി എന്നോ പറയരുത്. ഓൺലി കമ്പനി നെയിം, which is Blue Diamond. ഓരോ വർക്ക് സ്റ്റേഷനിലും അവരുടെ പ്രോഡക്ട്സിന്റെ കോൾസ് മാത്രമേ വരൂ. സോ സ്റ്റിക്ക് ടു ദ ഇൻസ്ട്രക്ഷൻ ഷീറ്റ്. വേറെ ഒന്നും പറയാൻ പോവണ്ട. പറഞ്ഞാൽ യു വിൽ ബി ഫയർഡ്. പിന്നെ കസ്റ്റമേഴ്സിനോട് മാന്യമായി മാത്രമേ സംസാരിക്കാവൂ. നിങ്ങളുടെ എല്ലാ കോൾസും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, നൗ ഗുഡ് ലക്ക് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. താങ്ക് യു സർ. ഇവന്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നിനക്കിരിക്കട്ടോ. നിന്റെ ഇവനും എനിക്കാണ് മോനെ പൂരം. ദൈവമേ, എന്നെ മാത്രം രക്ഷിക്കണേ. Once upon a time in a small little place there were 3 little guys all singing about your rap game. Wow, treadmill, simple. ഹലോ ഹലോ, ആ നിങ്ങളുടെ ഈ മിഷേനെ നേരെ വണ്ണമൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഓ, ഡു വൺ തിങ് സർ. ആദ്യം അതിൽ കയറി നിൽക്കൂ. ആദ്യം അതിൽ കയറി നിൽക്കൂ. കേറി? ഞാൻ ഐ മീൻ യു മീൻ കേറി നിൽക്കാനോ? അതെ, കാമോൺ സർ, ഞങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ട് ഓൺ ബട്ടൺ അമർത്തി മെല്ലെ നടക്കൂ. ഹലോ മിസ്റ്റർ, ദിസ് ബ്ലഡി തിങ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. വാട്ട് ടു ഡു? ഡോണ്ട് വറി. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഏതാണെന്ന് പറയൂ. ചമ്മന്തിയോ? തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. വെരി നൈസ്. അപ്പൊ ഉടൻ തന്നെ ഒരല്പം ചുട്ട തേങ്ങാപ്പേരയും മുളകും പെട്ടെന്ന് എടുത്തോണ്ട് വരൂ. ഹലോ ബ്ലൂ ഡയമണ്ട് കസ്റ്റമർ സർവീസ്. നിങ്ങളുടെ ബ്ലൂ ഡയമണ്ട് മെഷീൻ എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. പ്രശ്നം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇത് നേരെ വർക്ക് ആവുന്നില്ല, തീരെ സ്പീഡ് കിട്ടുന്നില്ല. കല്യാണത്തിന് എന്റെ മമ്മി വാങ്ങി തന്നതാ. ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം പ്ലീസ്. അയ്യോ, ഇത് എന്ന് പറയരുത് മാഡം. ബ്ലൂ ഡയമണ്ട് എന്ന് പറയൂ. ഡോണ്ട് വറി. ആദ്യം അലക്കാൻ പാകത്തിന് എന്തെങ്കിലും എടുക്കൂ. അലക്കാനോ? അയ്യോ, സമയം കളയരുത് മാഡം. ഒരു 1/2 സ്പൂൺ പൗഡർ ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ലോ സ്പീഡിൽ ഓൺ ചെയ്യൂ. എന്നെ വിശ്വസിക്കൂ മാഡം. ഇൻലോസ് വരുന്നതിന് മുമ്പ് നമുക്ക് ശരിയാക്കണ്ടേ? കമോൺ, ഇടൂ. ഇനി ആ പച്ച ബട്ടൺ അമർത്തിട്ട് സ്പീഡ് കൂട്ടിക്കോളൂ. അതിന് ഞാൻ തുണിയൊന്നും ഇട്ടിട്ടില്ല. തുണിയൊന്നും ഇടാതെയാണോ സാറേ? നോട്ടി പോയി. ഒരു കണക്കിന് തുണി ഇല്ലാതിരിക്കുന്നതാണ് സാർ നല്ലത്, വേർക്കില്ല. ഓൺ ചെയ്യൂ, സ്പീഡ് കൂട്ടൂ. വെള്ളം ഒഴിക്കണോ? ഒഴിക്കൂ മാഡം. ട്രസ്റ്റ് ബ്ലൂ ഡയമണ്ട്. 1/4 ഗ്ലാസ് മതി. കമോൺ, ഒഴിക്കൂ. അതടയ്ക്കൂ. ഇനി ഓൺ ചെയ്യൂ and see the magic of Blue Diamond. നിങ്ങളുടെ ഫേവറേറ്റ് ചുട്ടരച്ച ചമ്മന്തി തയ്യാർ.
ആ പിന്നെ കഴിക്കും മുമ്പ് അല്പം പച്ചമല്ലി കൂടി തൂവാൻ മറക്കണ്ട. തന്റെ ഒരു റെക്കമെൻഡേഷൻ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. തന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടാതെ വിടില്ല ഞാൻ, ഓർത്തോ. പിന്നെ അവന്മാരെ എന്റെ കൈ കിട്ടും. ബ്ലഡി ഫൂൾസ്. എടാ പൊന്ന ദ്രോഹികളെ, നീ ഒന്നും ഒരു കാലത്തും കുളം പിടിക്കത്തില്ലടാ. എല്ലാവരോടും നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത അവധിക്ക് ബാങ്കിന്റെയും മറ്റും കടങ്ങൾ വീട്ടിയില്ലെങ്കിൽ കൊട്ടാരവും മറ്റു വസ്തുക്കളിൽ ലേലത്തിൽ പോകും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വഴി കാണണം. അല്ലെങ്കിൽ ഇതാരൊക്കെയാ എഴുന്നള്ളിരിക്കുന്നത്? ഗോവിന്ദ, ഇവരല്ലേ ആ 3 രാജാക്കന്മാർ? അതെ. പ്രജകൾക്കൊക്കെ സുഖം തന്നെയല്ലേ? എങ്ങനെ ദിനകര? ആ പഴയ ബാല്യക്കാരനോടുള്ള പുച്ഛം അത് മുഖത്ത് വേണ്ട. മുതലാളി, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുതലും പലിശയും തരാനാകാതെ കിടപ്പാടവും ഈ കൊട്ടാരവും മൊത്തത്തിൽ വരാൻ പോകുന്ന ദിനകരൻ മൊയിലാളി. വക്കീൽ സാറേ, കേസ് വിധിയായ കൊട്ടാരം ബാങ്ക് ലേലത്തിൽ വെക്കും. അപ്പൊ എനിക്കിത് എടുക്കാമല്ലോ. എനിക്കും എടുക്കാം. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക കെട്ടിവെക്കുന്ന ആർക്കും ഇതെടുക്കാം. അത് ഈ ദിനകരനായിരിക്കും. അഷ്ടയ്ക്ക് വകയില്ലാത്ത ദരിദ്രവാസികൾ ഏറ്റെടുക്കും പോലും. എന്താടാ ഏറ്റെടുക്കൂടാ? നിന്റെയൊക്കെ കൺമുമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ഏറ്റെടുക്കൂടാ? എടാന്നോ ദിനകരൻ മുതലാളി, സന്തോഷായി. നിനക്കെങ്കിലും വിവരമുണ്ടല്ലോ മോനെ. അങ്ങനെ ഈ പട്ടി വിളിക്കും. കൊട്ടാരം അവനെടുക്കൂല, ഞാൻ ഏറ്റെടുക്കും. ഇത് തനിക്കുള്ളതാ. മോനെ, നീ ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള കാര്യം മറക്കരുത്. സോറി. ഞാൻ എന്റെ ഇമേജ് ഒന്ന് മാറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോടോ. ആ നാറിയുടെ കടം മേടിക്കാൻ പോയതാ നമ്മളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഓരോ കള്ളക്കണക്കും കാണിച്ചിട്ടുള്ളതെല്ലാം തട്ടിയെടുക്കാൻ നോക്കുക. കൊട്ടാരം കൈക്കലാക്കാനുള്ള ഒറ്റ വാശിയില്ല ദിനകരൻ. നിങ്ങളുടെ അച്ഛന്മാർക്ക് ഞാനൊരൊറ്റ വക്കീലല്ലേ ഉള്ളൂ. അവർക്കുള്ള ഒത്തൊരുമ നിങ്ങൾക്കായിക്കൂടെ? നിങ്ങളുടെ ഒരൊറ്റ ഒപ്പുമതി എല്ലാ പ്രശ്നങ്ങളും തീരാൻ. ഇങ്ങോട്ട് വന്നേ. നിന്നെ ആരെ വിളിച്ചു? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്റെ പട്ടി വരും. അതാ നീ വരണ്ടെന്ന് പറഞ്ഞു. എന്താടാ? ഒന്നും നടക്കില്ല ഏട്ടാ. അങ്ങനെ എന്റെ ഒരു ഒപ്പ് കൊണ്ട് അവന്മാരെ വീട്ടുകാരും അങ്ങനെ രക്ഷപ്പെടണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കുമേ. കൊട്ടാരം ഞാൻ തന്നെ തിരിച്ചു പിടിക്കും. എന്താ അച്ഛനൊരു പുച്ഛഭാവം? ഒന്ന് ചുമ്മാ ഇരിക്കച്ചാ. ബിസിനസ്സിനാ മറ്റേനാന്നൊക്കെ പറഞ്ഞ അച്ഛനെ അവർ ചതിക്കായിരുന്നു. അവരെ ഞാൻ രക്ഷിക്കാനോ? ഇമ്പോസിബിൾ. ഇത് തിരിച്ചു പിടിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. നീ എന്ത് വഴിയാ കണ്ടുവച്ചിരിക്കണേ? കല്യാണം. കല്യാണോ? വീണ്ടും വല്ല റിയാലിറ്റി ഷോ ആണോ? ഇതല്ല. അമ്മയോട് ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഞാനൊരു കുട്ടിയെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഒരു കോടീശ്വരന്റെ മകളാ. അങ്ങേരാണെങ്കിൽ ഒരു തങ്കപ്പെട്ട മനുഷ്യനും. കല്യാണം കഴിഞ്ഞാൽ മരുമകന് വേണ്ടി എന്ത് ചെയ്യാനും പുള്ളി തയ്യാറാ. കൊട്ടാരം നമ്മുടേതാകും അച്ഛാ.